14 ദിവസം ഐസിയുവിൽ വെന്റിലേറ്ററിലും പിന്നീട് വാർഡിലുമായി 46 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആയിഷ എന്ന 69-കാരിക്ക് പുനർജന്മം. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആയിഷ കഴിഞ്ഞ ജൂലൈ 30 മുതൽ മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ജീവിതം തിരികെ പിടിച്ച ആയിഷ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. 69-കാരി ആയിഷയ്ക്ക് പുനർജന്മം. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആയിഷ കഴിഞ്ഞ ജൂലൈ 30 മുതൽ മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരിതത്തിൽ കുടുംബത്തിൽ ഉണ്ടായിരുന്ന 9 ആളുകളെ ആയിഷയ്ക്ക് നഷ്ടമായി. ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലെത്തിച്ച ആയിഷയെ ആദ്യ ദിവസം തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. 13 വാരിയെല്ലുകൾ പൊട്ടിയതും അതുമൂലം ശ്വാസകോശത്തിലുണ്ടായ പരിക്കും അന്നനാളത്തിലുണ്ടായ ദ്വാരവും വലത് കൈയിലെ പൊട്ടലും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ജനറൽ സർജറി, അസ്ഥിരോഗം, ENT, അനസ്തേഷ്യ, ശ്വാസകോശ രോഗം തുടങ്ങിയ വിഭാഗങ്ങളുടെ കൂട്ടായ ശ്രമങ്ങൾ ആയിഷയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ആദ്യഘട്ടത്തിൽ പലതവണ അവസ്ഥ മോശമായെങ്കിലും പതുക്കെ മരുന്നുകളോട് പ്രതികരിച്ച് സാവധാനം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയ ആയിഷയെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും സന്തോഷത്തോടെ വീട്ടിലേക്ക് യാത്രയാക്കി. വന്നപ്പോൾ വളരെയധികം ക്രിറ്റിക്കലായിരുന്നു. ശ്വാസമൊന്നും കിട്ടാതെ ശ്വാസത്തിന്റെ ഓക്സിജൻ അളവ് വളരെയധികം കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കാലിലൊക്കെ കണ്ടമാനം മുറിവുകളും അതിൽ മുഴുവൻ മണ്ണും ചെളിയും അതൊക്കെ ആയിട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ സർജറി ടീം സ്കാനൊക്കെ എടുത്ത ശേഷം അവർ നെഞ്ചിലേക്ക് ട്യൂബ് ഇടലും കാര്യങ്ങളെല്ലാം ചെയ്തു. വളരെ ക്രിറ്റിക്കലായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ ICUവിൽ വളരെയധികം ക്രിറ്റിക്കലായിട്ടായിരുന്നു. ഒരു കംപ്ലീറ്റ് ടീം ഓഫ് ഡോക്ടേഴ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. നമ്മുടെ സർജറി ഡിപ്പാർട്ട്മെന്റ്, പൾമണോളജി ഡിപ്പാർട്ട്മെന്റ്, ENT ഡിപ്പാർട്ട്മെന്റ്, അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റ്, ഓർത്തോപെഡിക്സ്, അങ്ങനെ ഒരു 6-7 ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രമഫലമായിട്ടാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ദൈവാനുഗ്രഹം കൊണ്ട് കയറി വന്നിട്ടുള്ളത്. വാരിയലുകൾക്ക് ഒരു 13-14 വാരിയലുകളോളം 2 വശങ്ങളിലുമായിട്ട് പൊട്ടലുകളുണ്ട്. നെഞ്ചിൽ മുഴുവൻ ശ്വാസം ലീക്കായി പോകുന്ന ഒരു അവസ്ഥ, കൈക്ക് പൊട്ടല്, അങ്ങനെ കണ്ടമാനം സിക്കായിട്ടൊരു അവസ്ഥയിലായിരുന്നു. ഒപ്പം ഉമ്മയുടെ മനോബലം, അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന്റെ മനോബലം, ഇതെല്ലാം കൊണ്ട് കൂടിയാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് മാനേജ്മെന്റ് സൈഡിൽ നിന്നും എല്ലാ സപ്പോർട്ടും ഇതിനായിട്ട് നമുക്ക് അതിന് തന്നിരുന്നു. ശ്വാസനാളം ട്രക്കിയ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അടിയന്തരമായുള്ള ചികിത്സ എന്ന് പറയുന്നത് ICD ട്യൂബ്, നെഞ്ചിനകത്തോട്ട് എയർ പുറത്തോട്ട് തള്ളാനുള്ള ഒരു ട്യൂബ് ഇടുക എന്നുള്ളത്. അത് നമുക്ക് വളരെ കൃത്യമായ സമയത്ത് തന്നെ ഇടാൻ പറ്റി. 14 ദിവസത്തോളം ഉമ്മ ICUവിലായിരുന്നു. അതായത് അഡ്മിഷൻ്റെ പകുതിയോളം ICU തന്നെ ആയിരുന്നു. തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ്. ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ രൂപത്തിൽ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഇങ്ങനെ വന്നതിന് ദൈവത്തോട് പ്രത്യേകിച്ച് എയിംസ് ഹോസ്പിറ്റലിലൂടെ ഞാൻ പ്രത്യേക നന്ദി പറയുന്നു. ഡീൻ ഡോക്ടർ ഗോപകുമാരൻ കർത്ത ആയിഷയ്ക്ക് പൂച്ചെണ്ട് നൽകി യാത്രയാക്കി. അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ പ്രഭു E, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഡീനോ M. ജോയ്, ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് പ്രേംസിംഗ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശ്വതി കനി, DGMമാരായ സൂപ്പി കല്ലങ്കോടൻ, ഡോക്ടർ ഷാനവാസ് പള്ളിയാൽ എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.